കേരളത്തിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രഹരിക്കുമോ എന്നാണ് സംഘപരിവാർ അണികൾ ഉറ്റുനോക്കിയത്. അണികളുടെ മനമറിഞ്ഞ് നരേന്ദ്രമോദി പ്രസംഗിച്ചു. വിധി മറികടക്കാൻ കേന്ദ്രം എന്തു ചെയ്യുമെന്നൊന്നും പറഞ്ഞില്ല. എന്നാൽ സിപിഎമ്മിനും സർക്കാരിനുമെതിരെ മോദി ആഞ്ഞടിച്ചു. The conduct of Kerala's LDF government on the Sabarimala issue will go down in history as one of the most shameful behaviors by any party and government. സാമ്പത്തിക സംവരണവും കേരളത്തിൽ ബിജെപിയുടെ തുറപ്പുചീട്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് പ്രധാനമന്ത്രി. സാമ്പത്തിക സംവരണത്തോട് വിയോജിപ്പുള്ള ബിഡിജെഎസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെ വേദിയിലിരുത്തി അക്കാര്യം പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. മുസ്ലിം ലീഗിനെ പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചതിലൂടെ ലക്ഷ്യമിട്ടത് മുന്നാക്ക വോട്ട് തന്നെ. The bill was passed by a historic majority in parliament. But do you know that in the Lok Sabha, 3 MPs voted against it? Do you know which party opposed it tooth and nail? It is the IUML, Muslim League, the second largest partner of the UDF. We want to work towards social justice, but the UDF does not agree with us. ശബരിമല വിഷയത്തിൽ ബിജെപി പ്രതിഷേധം നിർജീവമാകുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. ഇത് അണികൾക്ക് ആവേശം നൽകും. യുവതീ പ്രവേശന വിധിയോടെ ബിജെപിയോടടുത്ത NSSനെ മുന്നാക്ക സംവരണത്തിലൂടെ ഒപ്പം നിർത്താനാവുമെന്ന പ്രതീക്ഷയും നരേന്ദ്രമോദിയുടെ കൊല്ലം പ്രസംഗത്തിലൂടെ ബിജെപി നേതൃത്വത്തിനുണ്ട്. 24 തിരുവനന്തപുരം. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.